ദീപക് ധർമ്മടമുണ്ട്. ദീപക്, നമ്മളൊക്കെ വലിയ നിരാശയിലാണ്. കേരളത്തെ നമ്മളുടെ രാജ്യത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കിയോ എന്നുള്ള ചോദ്യങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിവേഗ റെയിൽ പദ്ധതി ഇപ്പോൾ ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് പറയുകയാണ് അദ്ദേഹത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തിയതാണ്, അപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇനിയും പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും എന്താണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ല. അതിവേഗ റെയിലില്ല, ശബരി പാത പ്രഖ്യാപനമില്ല, കൂടാതെ എയിംസ് ഇല്ല. നമ്മൾ എത്രയോ കാലങ്ങളായി കാത്തിരുന്നതാണ്. അതൊന്നുമില്ലാതെ എന്താണ് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു ധാതു ഖനന ഇടനാഴി, കടലാമ പരിപാലനം, സംരക്ഷണം എന്നൊക്കെ പറയുന്നു. നാളികേര കർഷകർക്ക്, കൊക്കോ കശുവണ്ടി കർഷകർക്ക്, ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ എടുത്തു പറയാനില്ല. സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ബജറ്റിൽ കാര്യമായ എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ് ബജറ്റ് നിരീക്ഷണമായി അല്ലെങ്കിൽ ബജറ്റ് പ്രതീക്ഷയായി നമ്മൾ പങ്കുവയ്ക്കാറുള്ളത്. പക്ഷേ എന്നാൽ അത്തരത്തിൽ കേന്ദ്ര ബജറ്റിൽ ബി ജെ പി രാഷ്ട്രീയമായി കേരളത്തിൽ വലിയ ലക്ഷ്യങ്ങൾ വയ്ക്കുന്നില്ല എന്ന സൂചന നൽകുന്ന ഒരു ബജറ്റായി വേണം നമുക്കിതിനെ പ്രാഥമികമായി തന്നെ വിലയിരുത്താൻ. കാരണം അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരൻ നേരത്തെ തന്നെ അദ്ദേഹം ഒരു സാധ്യതാ പഠനത്തെക്കുറിച്ച് കൂടി പറഞ്ഞതാണ്. പക്ഷേ എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതയില്ലെന്ന സൂചനയാണ് കേന്ദ്ര ബജറ്റ് നൽകുന്നത്. അതായത് അതിവേഗ റെയിൽവേക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇ ശ്രീധരൻ പറഞ്ഞു. മാത്രവുമല്ല, അദ്ദേഹം അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ 16-ാം തീയതി അദ്ദേഹം കേന്ദ്ര റെയിൽ മന്ത്രി പീയൂഷ് ഗോയലുമായി ചർച്ച നടത്തിയിരുന്നു എന്നുള്ളതും ഇത്തരത്തിലുള്ള സാധ്യതയെക്കുറിച്ചൊരു കൃത്യമായി ധരിപ്പിച്ചതുമാണ് എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ അതിവേഗ റെയിലിനെ കുറിച്ച് ബജറ്റിൽ പരാമർശമില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ കേരളത്തിനെ അവഗണിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം അത്തരമൊരു തയ്യാറെടുപ്പ് നേരത്തെ നടന്ന പശ്ചാത്തലത്തിൽ അത് ബജറ്റിൽ ഉൾപ്പെടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ അവഗണനയായി വ്യാഖ്യാനിക്കേണ്ടി വരും. മറ്റൊന്ന്, കുറേ കാലമായി പ്രതീക്ഷിച്ചതാണ് കേരളത്തിൽ എയിംസ് എന്നുള്ളത്. എയിംസിന് സ്ഥലമേറ്റെടുക്കൽ നടപടിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നു. അത് കോഴിക്കോട്ടെ കിനാലൂരിലാണ്. പക്ഷേ എന്നാൽ ആലപ്പുഴയിൽ വേണമെന്നും തൃശ്ശൂരിൽ വേണമെന്നും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ എന്നിരുന്നാലും എവിടെയായാലും കേരളത്തിൽ ഒരു എയിംസ് ഉണ്ടാകും ഈ ബജറ്റിൽ എന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ ബജറ്റ് പ്രതീക്ഷയും പാടേ ഇല്ലാതായിരിക്കുന്നു. കാരണം കേരളത്തിന് എയിംസ് ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പായി. അതായത് ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ പോലും ഏതെങ്കിലും രീതിയിൽ പ്രധാന പരിഗണനാ വിഷയമായി വരേണ്ട പദ്ധതികൾ പോലും ബജറ്റിൽ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഒറ്റ നോട്ടത്തിൽ കേരളം ഇപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അത്തരമൊരു റഡാറിലില്ല എന്ന് വിലയിരുത്തേണ്ടി വരും. മറ്റൊന്ന്, നേരത്തെ ജോൺ ബ്രിട്ടാസ് എം പി തമാശയായി പരിഹാസ രൂപത്തിൽ അദ്ദേഹം പറഞ്ഞ ആമയും തേങ്ങയും, ആ കോറിഡോർ ഇതും അതുപോലെ തന്നെ നാളികേര വികസനത്തിൻ്റെ പദ്ധതികളും ഇത്തരം കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ്. വലിയ പദ്ധതികൾ, വികസന പദ്ധതികൾ, എയർപോർട്ട് വികസനം, സീപോർട്ട് വികസനം, ഇത്തരത്തിലുള്ള വലിയ പദ്ധതികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റൊന്ന്, നമ്മളിപ്പോൾ കാസർഗോഡ് നിൽക്കുമ്പോൾ എൻഡോസൾഫാനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പാക്കേജ് പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. അത്തരത്തിലുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നതുമാണ്. പക്ഷേ എന്നാൽ അത്തരത്തിൽ ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനിയിപ്പോൾ ബജറ്റ് ചർച്ചകളിൽ എന്ത് വരും? മാത്രവുമല്ല, കേരളത്തിൽ നിന്നും 2 കേന്ദ്രമന്ത്രിമാരുള്ള പശ്ചാത്തലമുണ്ട്. അവർ ഏത് രീതിയിലായിരിക്കും ഇതിനെ ഇനി നേരിടാൻ പോകുന്നത്? പ്രത്യേകിച്ചും ഒരു എയിംസിന്റെ കാര്യത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ആലപ്പുഴ എന്ന് പറഞ്ഞു, തൃശ്ശൂർ എന്ന് പിന്നീട് പറയുന്നു. അപ്പോൾ എയിംസ് ഒരു പ്രഖ്യാപനം പോലുമില്ല. മറ്റൊന്ന്, ഏറ്റവും എടുത്തു പറയേണ്ടത് ആയുർവേദത്തെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ ആയുർവേദവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ്. സംഭാവന നൽകിയിട്ടുള്ളതാണ്. കേരളത്തെ ഒരിക്കലും നമ്മൾ ആയുർവേദത്തിൽ നിന്ന് മാറ്റി നിർത്തി കാണാൻ കഴിയില്ല. എയിംസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആയുർവേദ എയിംസ്, അവിടെയും കേരളമില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ആയുഷ് സിസ്റ്റത്തിനെ വളരെ കൃത്യമായി പരിപോഷിപ്പിച്ച നിലപാടായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലമായി കേന്ദ്ര സർക്കാർ എടുത്തത്. അതിൽ വളരെ കൃത്യമായ നിലപാട് പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രഖ്യാപിച്ചു, ആയുഷ് വകുപ്പ് തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ആയുഷിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെഡിക്കൽ സിസ്റ്റം ആയുർവേദമാണ്. അത് കേരളത്തിൻ്റെ തനത് വൈദ്യശാസ്ത്രമാണ്. പക്ഷേ എന്നാൽ ഈ ആയുർവേദ എയിംസിലും കേരളം വരുന്നില്ല. കേരളത്തിൻ്റെ കോട്ടക്കലിൻ്റെയൊക്കെ പാരമ്പര്യം നമുക്ക് വളരെ പ്രശസ്തമാണ്. പക്ഷേ എന്നാൽ അത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആയുർവേദത്തെ പരിപോഷിപ്പിക്കുന്ന കാര്യത്തിലും കേരളം മാപ്പ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, ആരോഗ്യ മേഖലയിൽ രാജ്യത്തെ സൂചികയിൽ കേരളം ഉയർച്ചയിലാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ബജറ്റ് വിഹിതത്തിൽ അല്ലെങ്കിൽ ബജറ്റ് പദ്ധതികളിൽ കൃത്യമായി കേരളത്തെ അടയാളപ്പെടുത്താതെ പോകും. ഇന്ത്യനെ ഒരു ദുർബലമായ ഇക്കോണമിയിൽ നിന്ന് മാറ്റി ലോകത്തിൻ്റെ 4-ാം നമ്പറിൻ്റെ ഇക്കോണമിയായി മാറ്റിയ ഒരു സർക്കാരാണ്. അതിൻ്റെ ഒരു മീഡിയം ടേമും ലോങ് ടേം ഇക്കണോമിക് സ്ട്രാറ്റജീൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. കേരളത്തിന് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് പ്രചരണം ചെയ്യുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എനിക്ക് പറയാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇതുവരെ കഴിഞ്ഞ 10-11 ബഡ്ജറ്റിൽ
കേരളത്തിന് വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനു മുമ്പ് എത്രയോ പദ്ധതികൾ കൊടുത്ത ഈ സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ, ഇന്നും ഈ സർക്കാർ അത് നടപ്പിലാക്കുന്നില്ല. PM ആവാസ് യോജന ആണോ, ജൽജീവൻ മിഷൻ ആണോ, PM ആയുഷ്മാൻ ആണോ, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാണ്. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ലെഫ്റ്റ് സർക്കാരിനോട് എൻ്റെ ഒരു ഒറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾക്ക് തന്ന കാര്യങ്ങൾ എന്താണ് നിങ്ങൾ നടപ്പിലാക്കാത്തത്? പദ്ധതികൾ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? 2017 എയിംസ് വരും. എയിംസിന് വേണ്ടി മധുരയും കേരളത്തിന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ലാൻഡ് ആക്വിസിഷൻ ചെയ്യാത്ത സർക്കാരാണ് ലെഫ്റ്റ് സർക്കാർ. PM ആയുഷ്മാൻ എന്ന പദ്ധതി സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തപ്പോൾ ഇന്ന് 70 വയസ്സിന് മേലെ ആർക്കും നടപ്പിലാക്കാത്ത സ്ഥിതിയാണ് ലെഫ്റ്റ് സർക്കാർ. PM ആവാസ് യോജന എന്ന പ്രോഗ്രാം ഇന്നത്തെ പ്രസ് കോൺഫറൻസ് ഞാൻ കാണിച്ചു തന്നല്ലോ. അതിന് കാശ്, അതിന് ചെലവ് എല്ലാം അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഒന്നും ചെയ്തില്ല. അതുപോലെ തന്നെ ജൽജീവൻ മിഷൻ ഇന്നും 6000 കോടി 32 ലക്ഷം വീട്ടിൽ ജൽജീവൻ മിഷൻ എത്തിയിട്ടില്ല. അപ്പോൾ കിട്ടുന്നില്ല എന്ന് അല്ല പറയേണ്ടത്. ഇന്ന് ലെഫ്റ്റ് സർക്കാരിൻ്റെ അവരോട് ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് തന്ന പദ്ധതികളും തന്ന പ്രോജക്ട്സും നിങ്ങൾ എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞ് 5, 9, 8, 9 കൊല്ലം കഴിഞ്ഞിട്ടും അവർ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ, നാടിൻ്റെ വികസനത്തിന് വേണ്ടി പുതിയ പ്രോജക്റ്റ് വരണമെങ്കിൽ, അത് നടപ്പിലാക്കണമെങ്കിൽ NDA സർക്കാർ ഇവിടെ വരണം. ഡബിൾ എൻജിൻ സർക്കാർ വന്നാൽ ഈ നമ്മൾ കണ്ട 10 കൊല്ലം ഒരു അനാസ്ഥയും ഒരു കഴിവില്ലായ്മയും അതെല്ലാം മാറ്റി വികസനത്തിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാൻ ഇവിടെ ആവശ്യം പ്രചരണമല്ല, തന്ന കാര്യങ്ങൾ ചെയ്യാണ്ട് ബഡ്ജറ്റിന് സമയത്ത് ദുർപ്രഷണം ചെയ്യാനില്ല, വികസനം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനി വരുന്ന കാലത്ത് NDA സർക്കാർ വന്നാൽ അത് ചെയ്യും എന്ന് ഞാൻ ഇന്ന് ഉറപ്പ് തരുന്നു. അല്ല, അത് അവർ എല്ലാ അക്വിസിഷൻ അല്ല. നോക്കൂ, ഞാനിപ്പോ വിവാദത്തിൽ ഇത്രയും പ്രതീക്ഷയോടെ കേരളം ഇരുന്നിട്ട് കേന്ദ്ര ബജറ്റിൽ ഒരു പരാമർശമില്ല. ആകെ പറഞ്ഞത് ആമ പുനരധിവാസ കേന്ദ്രം അല്ലെ വളർത്തൽ കേന്ദ്രം. നോക്ക്, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇന്ന് ഈ ബഡ്ജറ്റിൽ യുവാക്കൾക്ക് വേണ്ടി എത്രയോ അവസരങ്ങൾ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് ടൂറിസം മേഖലയിലാണോ, സ്ട്രാറ്റജിക് മാനുഫാക്ചറിങ്ങിലാണോ, ഇലക്ട്രോണിക് കോമ്പണൻസ് മാനുഫാക്ചറിങ്ങിലാണോ, AI-യിലാണോ, കർഷക മേഖലയിലാണോ, ഇതെല്ലാം ഓൾ ഇന്ത്യ യുവാക്കൾക്ക് അവസരങ്ങളാണ്. പക്ഷേ അതിനെ നടപ്പിലാക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റിൽ കപ്പാസിറ്റി വേണം, കഴിവ് വേണം. നോക്ക്, ഈ മുദ്രാവാക്യവും സ്ലോഗൻസും എടുത്ത് നടക്കുന്ന സർക്കാരല്ല നരേന്ദ്രമോദിൻ്റെ സർക്കാർ. 11 കൊല്ലം ഇന്ത്യ എവിടെയായിരുന്നു? ഇന്ത്യ 11 കൊല്ലം മുമ്പേ. ഇന്ന് ഇന്ത്യ എവിടെയാണെന്ന് അതിൻ്റെ ഉറപ്പും അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് മുമ്പിലുണ്ടല്ലോ. ഇനിയിപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഈ വികസനം നടക്കില്ല, അതൊരു ചർച്ച ആക്കണം, ഒരു ചർച്ചാ വിഷയം ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെയല്ല, ഇങ്ങനെ ഒരു വിവാദം, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല, ഇതൊരു ചർച്ച ചെയ്യണം. അതിന് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറയുന്നു, മുഖ്യമന്ത്രിയോട് നിങ്ങൾ തന്നെ പോയി പറയൂ, ഞങ്ങളുടെ ഒരു ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ്. ആരാണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആരാണ് ഇവിടെ ഈ നാട്ടിൽ ശരിക്കും വർക്ക് ചെയ്യുന്നതും ആരാണ് ചെയ്യാത്തത്? നമ്മൾ അതിന് ചർച്ച ചെയ്യണം.